ഗായ്സ്, അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വെച്ചാൽ മേക്ക് മീ ലാഫ് ആൻഡ് ഏൺ മണി എന്നുള്ള ചാനലിലേക്കാണ്. എന്നെ ചിരിപ്പിച്ച് കഴിഞ്ഞാൽ 100 രൂപ എന്നുള്ള ചാനലാണ്. ഓക്കെ, നമുക്ക് നോക്കാം ആർക്കെന്നെ ചിരിപ്പിക്കാൻ പറ്റുമെന്ന്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കണ്ടൻസിനെ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഇങ്ങനെ എൻ്റെ പേരെന്താ? അഭിജിത്ത്. ഇപ്പോൾ വേണം തന്നെ ചിരിപ്പിക്കാൻ പോകണം. ഇപ്പോൾ പറഞ്ഞു എന്തോ ചിരിപ്പിക്കാൻ പോകണം. കാണിച്ചു കാണിച്ചാലും കുഴപ്പമില്ല. കാണിച്ചു ചിരിപ്പിക്കാൻ പറ്റിയില്ല. എന്തെങ്കിലും പറയാനുണ്ടോ? ഒരവസരം തരാം. എന്തെങ്കിലും പറഞ്ഞു ചിരിപ്പിക്കാൻ, എന്തെങ്കിലും തമാശ വല്ലോ? സത്യം പറഞ്ഞ് ഞാൻ അന്നേരം കണ്ടപ്പോൾ എനിക്കൊന്നും തോന്നില്ല, പക്ഷേ ഇപ്പോൾ ഇത് കാണുമ്പോൾ എനിക്ക് ചിരി തോന്നുന്നുണ്ട്. ഷോ എന്തവിടെ കാണിച്ചു? അപ്പോൾ ആ ചെറുക്കനും ചിരിപ്പിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് എൻ്റെ കയ്യിൽ തന്നെ 100 രൂപ ഇരിക്കുമെന്ന് തോന്നുന്നു ഇന്നത്തെ ദിവസം. നമുക്ക് ഇനിയും നോക്കാം. അപ്പോൾ അടുത്ത ആളെ കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് പറഞ്ഞിരിപ്പിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ 100 രൂപ തരും. പറഞ്ഞിരിപ്പിക്കുന്ന ഒരാൾക്ക് പറ്റുമോ? ഞാൻ കുറച്ച് ചുമ്മാ ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം എൻ്റെ പേരെന്താ? ഹിസാൻ. അപ്പോൾ പറഞ്ഞു. അപ്പൊ ഇത് രണ്ട് ആൾക്കാരുണ്ട് കേട്ടോ. രണ്ട് വീടുകളാണ്. രണ്ടുപേര് അത്യാവശ്യം പാവപ്പെട്ടവർ. അപ്പോഴാണെങ്കിൽ ഇവര് ഒരുത്തൻ പ്രാർത്ഥിച്ച് അവന്റെ ഇത് മാറാൻ വേണ്ടി പ്രാർത്ഥിച്ച് അവസാനം ദൈവം അവന്റെ ഫ്രണ്ട് പ്രത്യക്ഷപ്പെട്ടിട്ട് അവന് മൂന്ന് വരങ്ങളായിട്ട് 3 തേങ്ങകൾ കൊടുക്കും. തേങ്ങ കൊടുത്തിട്ട് പറയും, നിങ്ങൾ ഓരോ നിനക്ക് വേണ്ടതെന്ന് വെച്ച് പറഞ്ഞിട്ട് തേങ്ങ ഉടച്ചാൽ മതി, ഇത് നിങ്ങൾക്ക് വേണ്ടത് കിട്ടും. അപ്പൊ ഇവന് ആദ്യം പൈസക്ക് കൊടുത്ത് പൈസ വേണമെന്ന് പറഞ്ഞ് തേങ്ങ ഉടയ്ക്കാൻ പൈസ ഇഷ്ടംപോലെ പൈസ കിട്ടും. പിന്നെ നല്ലൊരു ഭാര്യ വേണമെന്ന് പറയും, ഭാര്യയെ കിട്ടും. അങ്ങനെ അവന്റെ വര ഉപയോഗിച്ചാട്ടോ. അപ്പൊ അപ്പുറത്തെ വീട്ടിൽ അവൻ തന്നെ ഇത് കാണും. എന്നിട്ട് അവന് കുശുമ്പ് വന്നിട്ട് അവനാണെങ്കിൽ അവന് ഇതുപോലെ ദൈവത്തിനെ വിളിച്ച് അവന്റെ മുന്നിലും ദൈവം പ്രതീക്ഷപ്പെടുത്ത് അവനും 3 തേങ്ങകൾ കൊടുക്കും. തേങ്ങകൾ കൊടുത്തിട്ട് അവനോട് പറയും തുടച്ചോളം പറയും. അങ്ങനെയാണെങ്കിൽ ഇവന് ആദ്യം പറയും നല്ല പൈസ വേണം, അവനെ ഒരു പൈസ വേണം. അപ്പോൾ ഇവന് പൈസ കൊടുക്കും. അത് കഴിഞ്ഞിട്ട് ഇവന് നല്ലൊരു ഭാര്യ വേണം പറയും. ഭാര്യ ഒന്നും ഭാര്യയും കൊടുക്കും. മൂന്നാമത്തെ വരം ഇവനാണെങ്കിൽ ഇഷ്ടംപോലെ വേറെയും വരങ്ങൾ കിട്ടണമെന്ന് പറഞ്ഞു. അപ്പോൾ അവന് വേറെയും വരങ്ങൾ ദൈവം കൊടുത്തു. അങ്ങനെ കൊടുത്തിട്ട് ഇവനാണെങ്കിൽ അപ്പോൾ ഇവന്റെ ഭാര്യയോട് ചോദിച്ചു കഴിഞ്ഞാൽ നിനക്ക് എന്താ വേണം? ഇവളാണെങ്കിൽ ഇവൾ അത് ഇതൊക്കെ പറയും, അത് വേണം ഇത് വേണം. അപ്പോൾ ഇവന് ഭയങ്കര അടിയാവും ഇവർ രണ്ടുപേരും. അപ്പോൾ അങ്ങനെ അടിയായി ഇവനാണെങ്കിൽ അവസാനം ഇവന്റെ ഒരു വര എടുത്ത് എന്തെങ്കിലും 2 വരട്ടെന്ന് പറഞ്ഞ് ഈ വര അങ്ങ് അടിക്കും. വര അങ്ങ് അടയ്ക്കുമ്പോഴത്തേനാണെങ്കിൽ ഇവന്റെ ദേഹം ഫുള്ളും കണ്ടി വരും. ആക്ച്വലി എനിക്ക് കഥ അറിയാം, എങ്കിലും എനിക്ക് അവസാനം ഇത് പറയുമ്പോൾ ചിരി വരുന്നത് എനിക്ക് കണ്ടിട്ടുണ്ട്. എന്തായാലും ചിരിപ്പിച്ചതന്നെ. അപ്പോൾ ഫസ്റ്റ് എന്നെ ചിരിപ്പിച്ചാണ് 100 രൂപ നേടിയിരിക്കുന്നത്. ഓക്കെ, ഫിസാനാണ് എന്നെ ഫസ്റ്റ് ചിരിപ്പിച്ചത്. കൂട്ടുകാരൻ എന്താ പേരെന്തോ? ഓക്കെ, അപ്പം സന്തോഷമല്ലേ? ഓക്കെ ശരി. എന്നാൽ കഥ അറിയായിരുന്നു, അവൻ 2 ആയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ ആദ്യം പറഞ്ഞപ്പോൾ കഥ പകുതി മറന്നുപോയി. ബട്ട് വീണ്ടും ഞാൻ ഒരു ചാൻസ് കൊടുത്തു. എനിക്ക് അറിയാവുന്ന കഥ, എങ്കിലും അവസാനം എനിക്ക് ഉറപ്പാണ് ഞാൻ ചിരിക്കുമെന്ന്. ഞാൻ ചിരിക്കുകയും ചെയ്തു. അതുകൊണ്ട് അവന് 100 രൂപ ഞാൻ കൊടുക്കുകയും ചെയ്തു. എന്നാൽ ഫസ്റ്റ് എൻ്റെ 100 രൂപ പോയിരിക്കും. ഇനി ആരെങ്കിലും കിട്ടുമെന്ന് നോക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെയും ധാരാളം ആൾക്കാർ വന്നെങ്കിലും ആർക്കും തന്നെ ഒന്നും പറഞ്ഞിരിപ്പിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ കേസ് അവരും പിന്മാറി. കുറേ നേരം നിന്ന് ആലോചിച്ചു, എന്നിട്ട് അവർക്കത് പറയാൻ പറ്റിയില്ല. അപ്പോൾ നമ്മളിവിടുന്ന് പോവുകയാണ്. ആക്ച്വലി ഇതൊരു ഒഴിഞ്ഞ കോണാണ്. പിന്നെ ഇവിടെ ഞാൻ വന്നിരിക്കാൻ കാരണം ഇവിടെ ആകുമ്പോൾ സൗണ്ട് കുറവുണ്ട്. എൻ്റെ മൈക്കും ഇല്ല, അതുകൊണ്ട് സൗണ്ട് കിട്ടാൻ പാടാണ്. അടുത്തോട്ട് നമ്മൾ മൈക്കൊക്കെ വന്നല്ലേ വേറെ എന്തെങ്കിലും ഫുഡ് ചാലഞ്ച് കൊണ്ടൊക്കെ വരുമ്പോൾ പിള്ളേർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാണ്. അപ്പോൾ ഇത് ഞാൻ എൻ്റെ 100 രൂപ മാത്രമേ പോയുള്ളൂ, ഒരാളെ മാത്രമേ ഇരിപ്പിച്ചുള്ളൂ. അത് നമ്മൾ എന്നെ ചിരിപ്പിക്കാൻ വലിയ പാടൊന്നുമില്ല. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ ചിലപ്പോൾ നടന്നേനെ. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഓക്കെ, ഇങ്ങനെയുള്ള വീഡിയോയ്ക്ക് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ. എല്ലാവരും കണ്ടങ്ങ് ചിരിച്ച് അപ്പം ചിരിക്കും, പറയുമ്പോൾ അതെന്താന്ന് ചോദിച്ചിട്ട്. കാരണം ഈ ടൗണിൽ ഇങ്ങനത്തെ ചാനലൊക്കെ ആദ്യമായിട്ടാണ്. ആദ്യം കണ്ടവരാണെങ്കിൽ എൻ്റെ ഫോട്ടോ എടുത്ത് അവന്മാർ ഗ്രൂപ്പ് പേര് വിട്ടു. ഇവിടെ നിന്ന് ഞാൻ 100 രൂപ ഇട്ടെന്ന് പറഞ്ഞ് എന്നും വരുമെന്നൊക്കെ ചോദിച്ചു. അപ്പം എന്താ പറയാൻ, ആരും അന്നേരം ചോദിക്കുമ്പോൾ ചിരിക്കും, പക്ഷേ അവന്മാരെന്തെങ്കിലും പറഞ്ഞിരിക്കാൻ പറയുമ്പം ചിരിക്കുന്നില്ല. കാരണം 100 രൂപ പറഞ്ഞിട്ട് ഞെട്ടും. പക്ഷെ എന്താ ചെയ്യാനാ, ആർക്കൊന്നും പറഞ്ഞിരിപ്പിക്കാൻ പറ്റുന്നില്ല.